മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി പുകച്ച് പുറത്തു ചാടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. MT വാസുദേവൻ നായരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനം നടത്തിയത്. കോഴിക്കോട് വെച്ചാണ് സംഭവം. കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്സ് സംഘടിപ്പിക്കുന്ന 7ാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു MT വാസുദേവൻ നായർ തുറന്നടിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടകനായിരുന്നു. വേദിയിൽ അദ്ദേഹം ഇരിക്കെ തന്നെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് MT രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ കുഴിവെട്ടി മൂടി. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം പ്രക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും MT പറഞ്ഞു. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല എന്ന് പറഞ്ഞ MT EMSനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചു. നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നും MT പറഞ്ഞു. MTയുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞയുടൻ പിണറായി വേദി വിടുകയായിരുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പേര് പറയാതുള്ള വിമർശനവും ഉപദേശവും. പിണറായി ഭരണത്തിന്റെയും ജീവിതത്തിന്റെ താരതമ്യത്തിന് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണരീതിയും EMS നമ്പൂതിരിപ്പാടിനെയും പ്രശംസിക്കാൻ MT അവസരം കണ്ടു. ഐതിഹാസിക വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ റഷ്യ പഴയ സേവനത്തിന്റെ സിദ്ധാന്തം മറന്നു. വ്യവസായം, ശാസ്ത്രം, സംസ്കാരം എന്നീ മേഖലകളിലെ പ്രവർത്തനത്തെ അമിത അധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയം സംഭവിക്കുമെന്ന് റഷ്യൻ ചരിത്രം വിശദീകരിച്ച MT പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും MT തുറന്നടിച്ചു. ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും MT പറഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ വളരെ നിശ്ചിതമായിട്ടുള്ളൊരു വിമർശനം കേട്ടുകൊണ്ടിരുന്നു. ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നതുകൊണ്ടാകും MTയുടെ പ്രസംഗത്തിനിടെ അദ്ദേഹം എണീറ്റ് പോയില്ല. പ്രസംഗം അവസാനിച്ച ഉടൻ തന്നെ തന്റെ ദേഷ്യം, തന്റെ ആ ഒരു എതിർപ്പ് അദ്ദേഹം വേദി വിട്ടതിലൂടെ പ്രകടമാക്കി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന അഭിപ്രായങ്ങൾ. എന്തൊക്കെ തന്നെയായാലും പരോക്ഷമായിട്ടാണെങ്കിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വിമർശിച്ച MT വാസുദേവൻ നായർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.